ഏവർക്കും സ്വാഗതം. മതം എന്നാൽ എന്താണ്? പ്രത്യേകിച്ച് ഈ കാലത്ത് നമുക്ക് വ്യക്തതയുണ്ടാകേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ് എന്നതാണ് എൻ്റെ ഉത്തമ വിശ്വാസം. കാരണം എല്ലാവരും മതതീക്ഷ്ണതയുള്ളവരാണ്, മതത്തെപ്പറ്റി അഭിമാനം കൊള്ളുന്നവരാണ്. ഓരോരുത്തരും അവരുടെ മതത്തിൻ്റെ മേന്മയെ പ്രഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മതങ്ങളുടെ തിന്മയെ അന്വേഷിച്ച് നടക്കുന്നു. അത് കണ്ടെത്തുന്നതിൽ വലിയ വിജയം അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യത്വം കൂടുതൽ വിലയിടിഞ്ഞതായും അസ്തമിച്ചതായും തീരുന്നൊരു കാലഘട്ടത്തിൽ മതം എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് അടിസ്ഥാനപരമായ ഒരു ധാരണയുണ്ടാകണം. ഈ ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകത എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ മനുഷ്യർക്ക് മതത്തെപ്പറ്റി വലിയ ആവേശമാണ് എങ്കിലും മതം എന്നാൽ എന്താണ്, എന്തായിരിക്കണം എന്നതിനെപ്പറ്റി ഒരു വ്യക്തതയുമില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലോകത്തിൽ മറ്റെന്തെങ്കിലും മേഖലയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും തട്ടത്തിൽ മനുഷ്യർക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടാകണം. നിങ്ങൾക്ക് പന്ത് കളിക്കണമെങ്കിൽ പന്ത് കളി എന്താണെന്നും അതിൻ്റെ സ്വഭാവം, അതിൻ്റെ നിയമങ്ങൾ, അതിൽ പാലിക്കേണ്ട ഉത്തരവാദിത്വം, അച്ചടക്കം, കരുതൽ, അതിനുവേണ്ടി നാം പ്രാപിക്കേണ്ട പ്രാവീണ്യം, ഇവയെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരിക്കും. ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ അത് അതിനേക്കാൾ സ്പഷ്ടമാണ്. സാംസ്കാരിക മേഖലയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പടം വരയ്ക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾക്ക് വിജയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ ആർട്ടിനെ പറ്റിയും ആർട്ട് ഹിസ്റ്ററിയെ പറ്റിയും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ സങ്കീർണമായ ഒരു മേഖലയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറായി ജോലി ചെയ്യണമെങ്കിൽ വളരെ വ്യക്തവും കൃത്യവുമായ അറിവുണ്ടായിരിക്കും. യാതൊരു അറിവുമില്ലാതെ പോട്ടെ, യാതൊരു ബോധവുമില്ലാതെ ആർക്കും ആവേശത്തോടുകൂടെ സ്ഥിതി ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഏക മേഖല മതമാണ് എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു അപാകത സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്നെ പിടിച്ചു കുലുക്കുന്നൊരു യാഥാർത്ഥ്യം, നാം നമ്മുടെ പ്രത്യാശ നിത്യതയിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. ഈ ഭൂമിയിൽ നാം ആചരിക്കുന്ന മതബോധം, മത ആചാരങ്ങൾ ഇവയൊക്കെയും അത് നിത്യതയിലേക്കുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നാം കാണാറുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് ഗണ്യമായ ലാഭമുണ്ടാകാം, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഒഴിവാക്കാം എന്ന ഒരു പരിഗണനയാണ് ഏറ്റവും മുഖ്യമെങ്കിലും പരസ്യമായി നടത്തുന്ന പ്രസ്താവനകൾ നോക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് ഞങ്ങളൊരു വിലയും കൽപ്പിക്കുന്നില്ല, ഞങ്ങളുടെ ഹൃദയമിത നിത്യതയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന വിധത്തിലാണ് നാം സംസാരിക്കുന്നത്. എന്നാൽ നാം ആചരിക്കുന്ന ഈ മത പ്രക്രിയകൾ അതും നിത്യതയുമായിട്ട് എന്താണ് ബന്ധം? അതും മനുഷ്യത്വവുമായിട്ട് എന്താണ് ബന്ധം? അതും യേശുവിൻ്റെ ഉപദേശങ്ങളുമായി എന്താണ് ബന്ധം? അതും ദൈവത്തിൻ്റെ സ്വഭാവവുമായി എന്താണ് ബന്ധം? ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം പോലും കരുതലോ ചിന്തയോ ഇല്ലാത്ത ഒരു സമീപനത്തിലാണ് എല്ലാവരും. ഈ പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില ആചാരങ്ങൾ യാന്ത്രികമായി അനുവർത്തിക്കുന്നതോടുകൂടെ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് റെഡി എന്ന വിധത്തിൽ ഇരിക്കുന്നത് എന്നത് നമ്മെ ചിരിപ്പിക്കാനും കരയിക്കാനും പര്യാപ്തമാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ മതം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതവും പര്യാപ്തവുമായ ഒരു ഉത്തരം ഏതാണ്ട് അരനൂറ്റാണ്ടിലെ എൻ്റെ ചിന്തയുടെയും അന്വേഷണത്തിൻ്റെയും ഫലമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് ഒരു മാനദണ്ഡം എന്ന വിധത്തിൽ ഉപയോഗിച്ച് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മതപരമായ
നാടകങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പ്രക്രിയകളെയും നിങ്ങൾക്ക് അളക്കുവാനും വിലയിരുത്തുവാനും സാധിക്കും. അതുകൊണ്ട് പ്രാവർത്തികമായി പ്രയോജനം ചെയ്യുന്ന അറിവുകളാണ് ഇതിൻ്റെ ഉള്ളടക്കമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മതത്തിന് 2 ഘടകങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 ആക്സീസ് ആണ് ഉള്ളത്. നമുക്കറിയാം, ഒരു വെർട്ടിക്കൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ്. ഇപ്പോൾ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ദൈവം ആണ്. ഇപ്പോൾ ദൈവം ആരാണ് എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചില ഗോത്രവർഗക്കാരായിട്ടോ ചില സഭാവിഭാഗക്കാരായിട്ടോ ചില മത തീവ്രവാദികളായിട്ടോ അല്ല. മനുഷ്യജാതിയുടെ അംഗത്വം പ്രാപിച്ച മനുഷ്യൻ എന്ന ഈ ഒരു രൂപത്തിലും സാദൃശ്യത്തിലും നിൽക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട അഭിസംബോധനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവം ചില മതവിഭാഗക്കാരുടെ മാത്രം പിതാവല്ല. വേദപുസ്തകം നാം അംഗീകരിക്കുന്നുവെങ്കിൽ മനുഷ്യരാശിയെ മുഴുവനും സൃഷ്ടിച്ച ദൈവമാണ്. സാത്താൻ സൃഷ്ടിച്ചതായ ആരും ഈ ലോകത്തിലില്ല, മനുഷ്യരായിട്ടില്ല എന്നത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. എന്നാൽ അങ്ങനെ നാവ് കൊണ്ട് പറയുകയും അങ്ങനെ നാം പറയുന്ന പ്രമാണം നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ 100% തിരസ്കരിക്കുകയും ചെയ്യുന്ന വളരെ എന്താണ് പറയുന്നത്, സത്യം തൊട്ടുതേച്ചിട്ടില്ലാത്തൊരു സമീപനത്തിലാണ് നമ്മുടെ ആത്മീയമായ വീര്യം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മതത്തിൻ്റെ ഒരു വലിയ ഭാഗം, അതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം ആരാണ്? നമ്മുടെ പിതാവാണ്. സോ ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പിതൃത്വം, ഇത് മാറ്റിവെച്ചിട്ട് പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ആ മത ദർശനത്തെ നമുക്ക് അല്പം പോലും അർത്ഥവത്തായി നിലനിർത്തുവാനോ അനുഭവിക്കുവാനോ ആചരിപ്പാനോ സാധ്യമല്ല. ഇത് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ വളരെ വ്യക്തമായതുകൊണ്ട് അത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമത്, വൈ ആക്സിസ്, ഹൊറിസോണ്ടൽ. അത് ദൈവം സർവ മനുഷ്യരുടെയും സ്വർഗസ്ഥനായ പിതാവാകുന്നത് കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും എല്ലാ മനുഷ്യരും സഹോദരീ സഹോദരങ്ങളാണ്. അതിന് ബ്രദർഹുഡ് ഓഫ് മാൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ദ ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ബ്രദർഹുഡ് ഓഫ് മാൻ. മനുഷ്യൻ്റെ ഒന്നായിത്തീരുന്ന അവസ്ഥ, സാഹോദര്യം എന്ന വാക്ക്, അത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച അത്ഭുത ആത്മീയ പ്രതിഭാസമാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. ജാതിമത ഭേദമന്യേ ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് കേരളം. അങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹം വിഭാവന ചെയ്തത്. അതിൽ യേശുവിൻ്റെ ദർശനം തീർച്ചയായും പ്രതിബിംബിക്കുന്നുണ്ട്, യാതൊരു സംശയം എനിക്കില്ല. പക്ഷേ ക്രിസ്ത്യാനി അത്രമാത്രം വളർന്നിട്ടില്ല. അതുകൊണ്ട് നാരായണ ഗുരു അങ്ങനെ പറഞ്ഞതിൽ യേശുവിൻ്റെ ദർശനമുണ്ട് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിക്ക് മൂക്കേക്കറ് വരും, അതെനിക്കറിയാം. പക്ഷേ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് സൂചിപ്പിക്കുകയാണ്. നാരായണ ഗുരു അവതരിപ്പിച്ച ആത്മീയ ദർശനത്തോടും ക്രിസ്ത്യാനിക്ക് വളരുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എത്രയോ മനോഹരവും മാന്യതയേറിയതുമായിരുന്നു. നമ്മുടെ സങ്കുചിത അവസ്ഥയിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാമായിരുന്നു. അപ്പോൾ മതത്തിൻ്റെ സാരാംശം മനസ്സിലാക്കണമെങ്കിൽ 2 ഘടകങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യരുടെ സാഹോദര്യവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുവിൽ കണ്ട ആ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ യേശു ശത്രുത്വത്തിൻ്റെ ഭിത്തികൾ ഇടിച്ച് നിരത്തി എന്ന് പറയുന്നുണ്ട്. ഹി ഡിസ്മാൻറ്റിൽഡ് ദ വാൾസ് ഓഫ് ഹോസ്റ്റിലിറ്റി. അതിൻ്റെ മർമ്മം എന്താണ്? നാം
പിതാവായ ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്നുവെങ്കിൽ, ആ പിതാവ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പിതാവാണ് എന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. അത് വിശ്വസിച്ചേ സാധ്യമാകുകയുള്ളൂ. അത് അംഗീകരിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ദൈവത്തെ സർവ മനുഷ്യരുടെയും മനുഷ്യജാതിയുടെ ആകമാനമായ പിതാവായി നാം ആത്മാർത്ഥമായി സത്യത്തിൽ ആത്മാവിൽ കരുതുന്നുണ്ട് എങ്കിൽ, അതിൽ നിന്ന് നിശ്ചയമായും അനിവാര്യമായും ഉദിക്കേണ്ട ഒരു ദർശനമാണ് സാഹോദര്യം എന്നുള്ളത്. സാഹോദര്യം, എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രസിദ്ധ വിശിഷ്ട ഫ്രഞ്ച് സാഹിത്യകാരനായിരുന്ന വിക്ടർ ഹ്യൂഗോ എഴുതിയ പുസ്തകം, വലിയ സുപ്രസിദ്ധമായ നോവൽ പാവങ്ങൾ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിൽ ദ മിസറബിൾ എന്ന അർത്ഥത്തിൽ, ഫ്രഞ്ച് ഭാഷയിൽ ദ മിസറബിൾ പീപ്പിൾ എന്ന ഈ നോവൽ, അതിൽ മഹാനായ ഒരു ബിഷപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ രാത്രിയിൽ സന്ദർശിക്കാൻ വരുന്ന വ്യക്തിയാണ് ജോൺ വോൾജോൺ എന്ന് പറയുന്ന, കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് വിമോചനായി വരുന്ന വ്യക്തിയെ സമൂഹം അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് മറ്റെങ്ങും രാത്രി തങ്ങാൻ ഇടമില്ലാതെ അന്വേഷിച്ച് ചൂടാടി നടന്നപ്പോൾ ഒരു ബിഷപ്പാണെന്നറിയില്ല, ഗേറ്റ് തുറന്ന് കിടക്കുന്നു, വാതിൽ തുറന്ന് കിടക്കുന്നു. അദ്ദേഹം ധൈര്യമായിട്ട് കയറി. ബിഷപ്പ് വളരെ താല്പര്യത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവിടെ അന്തി ഉറങ്ങാൻ അവസരം നൽകി, സൗകര്യം നൽകി. എന്നാൽ രാത്രിയിൽ അദ്ദേഹം ബിഷപ്പിൻ്റെ സിൽവർ കാൻഡിൽ സ്റ്റിക്സ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ പോലീസ് അദ്ദേഹത്തെ ജോൺ വോൾജോൺ എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കുന്നു. അപ്പോൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ്. അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി അവർ ഈ മനുഷ്യനെ ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ബിഷപ്പ് പറയും, ഈ മനുഷ്യൻ, ഇത് ഞാൻ അവന് കൊടുത്തതാണ്, ഇവൻ മോഷ്ടിച്ചതല്ല, ഞാനത് കൊടുത്തതാണ്. അപ്പോൾ ഇവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ബിഷപ്പിൻ്റെ മറുപടി അവനെൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ്. വിശ്വസാഹിത്യത്തിൽ എന്നെ ഇതിൽ കൂടുതൽ വെല്ലുവിളിച്ചിട്ടുള്ള, എനിക്ക് ആത്മശുദ്ധി വരുത്തുവാൻ സഹായിച്ചിട്ടുള്ള മറ്റ് ഇതിന് സമാനമായ ഒരു സാഹചര്യമില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ഇതാണ് നാം ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്നുവെങ്കിൽ ഇതാണ് സംഭവിക്കേണ്ടത്. മനുഷ്യരെ മനുഷ്യരായി കാണുകയും അവരുടെ അവസ്ഥകളിൽ അവരോട് സാഹോദര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇടപെടുകയും ചെയ്യുക, അവർക്ക് ശുശ്രൂഷ ചെയ്യുക, അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് കൊണ്ട് ജോൺ വോൾജോൺ, മലയാളത്തിൽ ജീൻ വാൽജീൻ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ ജോൺ വോൾജോൺ എന്നാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറി, അവനൊരു പുതിയ വ്യക്തിത്വം പ്രാപിച്ചു. അതാണ് മതം കൊണ്ട് സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ മതബോധം കൊണ്ടോ മതതീക്ഷ്ണത കൊണ്ടോ ഉള്ള മനുഷ്യത്വം പോലും നശിച്ചു പോകുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, ദൈവം നമ്മുടെ പിതാവാണ്, സ്വർഗസ്ഥനായ പിതാവാണ് എന്ന പ്രാർത്ഥനയിൽ കൂടെ നാം ഉരുവിടുകയും അത് നിശ്ചയിക്കുന്ന ജീവിത ദർശനത്തിന് ഘടകവിരുദ്ധമായി വളരെ വീറോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വിരോധാഭാസത്തിൻ്റെ അവകാശികളാണ് നാം എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കും. രണ്ടാമത്, സാഹോദര്യം. രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനകൾ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. രണ്ടാമത്തേതിനോട് സമം അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും അടങ്ങിയിരിക്കും. എന്നാൽ ആ സാഹോദര്യം ഏത് ക്രിസ്ത്യാനിക്ക് സ്വീകാര്യമാണ്? ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കുന്നത്
എൻ്റെ സഹോദരൻ ആരാണ്? സഹവിശ്വാസി പോലുമല്ല, എൻ്റെ പള്ളിയിൽ കൂടുന്നയാൾ. അതും പോരാ, എൻ്റെ പള്ളിയിൽ കൂടിയാലും പോരാ, എൻ്റെ പള്ളിക്കകത്തെ രാഷ്ട്രീയത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നയാൾ. നിങ്ങൾ ഏത് പള്ളിയിലും പോയി നിൽക്കും, അവിടെ രണ്ട് കൂട്ടർ കാണും, അവർ പരസ്പരം എപ്പോഴും സ്പർദ്ധയിലായിരിക്കും. കാരണം ഈ വിശ്വാസ പ്രമാണം നാം ചെല്ലുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥം ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ല, അർത്ഥം അന്വേഷിക്കാറില്ല, താല്പര്യവുമില്ല. അതുകൊണ്ട് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക, നാം ആചരിക്കുന്നത് മതമല്ല, മതമാണ്, ഭ്രാന്താണ്. കേരളം ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയാൻ കാര്യം ഇവിടെയുള്ള മതബോധമായിരുന്നു. അതിൻ്റെ മുഖ്യ ഉത്തരവാദികൾ ക്രിസ്ത്യാനികളല്ല എന്നത് ഞാൻ ഊന്നിപ്പറയുന്നു. പക്ഷെ അതേസമയം തന്നെ ഈ ഭ്രാന്തിന് ഒരു ശമനം വരത്തക്കവണ്ണം ഈ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ ഒന്ന് ഇടപെടുവാൻ കേരളത്തിലെ സഭകൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവിടെ സ്ഥിതി ചെയ്യുന്ന എല്ലാ കെടുതികളും അത് യേശുവിൻ്റെ പേരിൽ ന്യായീകരിച്ച് കുറച്ചുകൂടെ മൂർച്ച കൽപ്പിച്ച് നാം പ്രയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിൽ പരസ്പരം എത്രമാത്രം സ്നേഹവും സഹകരണവും കാണിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി, കൂടുതലായി വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം, ഇതിന് പകരം നാം എന്താണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്? നാം ദൈവത്തെ നമ്മുടെ പിതാവാണെന്ന് പറയുന്നു. പക്ഷേ അത് പറഞ്ഞ ശേഷം ദൈവം ക്രിസ്ത്യാനികളുടെ മാത്രം പിതാവാണെന്ന് പറയും. എന്നാൽ അത് സ്ഥാപിച്ച ശേഷം ദൈവം കത്തോലിക്കൻ്റെ മാത്രം പിതാവാണ്, അല്ലെങ്കിൽ ദൈവം CSIക്കാരൻ്റെ മാത്രം, ഓർത്തഡോക്സുകാരൻ്റെ, അല്ലെങ്കിൽ മാർത്തോമാക്കാരൻ്റെ, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരൻ്റെ, അല്ലെങ്കിൽ കരിസ്മാറ്റിക്കുകാരൻ്റെ, അല്ലെങ്കിൽ ധ്യാനഗുരുവിൻ്റെ, അല്ലെങ്കിൽ ധ്യാനഗുരുവിൻ്റെ വാല പിടിക്കുന്നവൻ്റെ മാത്രം അപ്പനാണ്. ബാക്കിയുള്ളവരോ ഞങ്ങൾക്കത് ചുമതലയില്ല എന്ന് പറയുന്ന സങ്കുചിതമായ ബാലിശമായ ഈ ഒരവസ്ഥയിലാണ് നാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനാക്രമം, നമ്മുടെ മത അനുഷ്ഠാനങ്ങളിൽ കാര്യമായ തകരാറുണ്ട്. പൈശാചികമായ ഘടകങ്ങൾ മാത്രമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നാം പിതാവായ ദൈവത്തെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാഹോദര്യത്തെ ആത്മാവിനും അർത്ഥത്തിലും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നത് പോലെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വിശ്വാസത്തെ സാധൂകരിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ വിശ്വാസവും ഒന്നായിത്തീരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അപ്പോൾ വിശ്വാസം നിർദ്ദേശിക്കുന്ന ധാർമ്മിക ബോധത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം പുരോഹിതർ കണ്ടുപിടിച്ച ഒരു വേറിട്ട വഴിയാണ് ഈ കർമ്മങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്. നസ്രയനായ യേശു ആചാര അനുഷ്ഠാനങ്ങൾക്ക് അല്പം പോലും വില കൽപ്പിച്ചിരുന്നില്ല എന്ന് അറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികൾ ഉണ്ടാകുവാൻ സാധ്യമല്ല. ക്രിസ്തു എന്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചത്? ദൈവഹിതം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടണം. അതെപ്രകാരമാണ് നിറവേറ്റപ്പെടുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സ്വഭാവം, മനുഷ്യ സംസ്കാരം, അപ്രകാരമുള്ള വ്യക്തിത്വം വാർത്തെടുക്കണം. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? സ്നേഹം, സത്യം, കരുണ, നീതി. ഈ 4 ദൈവികമായ ഗുണങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യത്വം ഈ ഭൂമിയിൽ പിറക്കണം. അതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത്. അവിടെ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു വിലയും യേശു കൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ദൈവം സ്വർഗസ്ഥനായ പിതാവാണ്, മനുഷ്യ ജാതിയുടെ മുഴുവനും പിതാവാണ്. അതുകൊണ്ട് ഉത്ഭവിക്കേണ്ട സാഹോദര്യം അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവൻ ധാർമ്മിക ബോധമുള്ളവനായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം, മറ്റുള്ളവർ നിങ്ങളോട് പ്രകാരം പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇടപെടണമെന്ന് വിചാരിക്കുന്നവർ നിങ്ങൾ അവർക്കും ചെയ്യുവീൻ, ശത്രുക്കളെ പോലും സ്നേഹിപ്പീൻ, ആരെങ്കിലും നിങ്ങളുടെ സഹായം ചോദിച്ചാൽ
അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി നിങ്ങൾ അവരെ സഹായിപ്പീൻ. ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാറ്റിനും ഉപരിയായി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിക്കണം. അത് 10 കന്യകമാരുടെ ഉപമയിലാണെങ്കിലും ഉള്ളിൽ എണ്ണയുള്ള വിളക്ക്, അത് പൂർണ്ണതയുള്ള വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. താലന്തുകളുടെ ഉപമയിൽ താലന്തുകൾ നന്നേ പ്രയോഗിച്ച് അതിനെ വർദ്ധിപ്പിച്ച് പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സമീപനം. അങ്ങനെ നിങ്ങൾ യേശുവിൻ്റെ ഏത് പഠിപ്പിലെടുത്താലും മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തിൽ വളരണം. അങ്ങനെ വളരുന്ന വ്യക്തിത്വം പുറപ്പെടുവിക്കുന്ന ആത്മീയമായ ഫലങ്ങൾ ഈ ലോകത്തിൽ ദൈവം ഇന്നും രാജത്വം ചെയ്യുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ വിശ്വസനീയമായ തെളിവുകളാണ്. അല്ലാതെ വാക്കുകൊണ്ട് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നുകൊണ്ട് ഒരു പ്രയോജനവും ആർക്കുമില്ല. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ എന്തെല്ലാം ക്രിയകൾ, എന്തെല്ലാം നാടകങ്ങൾ, എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ നാം പേറി നടന്നാലും ഇതിന് കച്ചിത്തുരുമ്പിൻ്റെ വിലയില്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. എന്നാൽ പുരോഹിത മേൽക്കോയിൽമേൽ മാത്രം തങ്ങി നിൽക്കുന്ന മതബോധവും മത ആചാരവും നിങ്ങൾ നോക്കുമ്പോൾ അതിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ, പ്രസക്തിയുള്ളൂ. അവിടെ ധാർമ്മിക ബോധത്തിന് ആവശ്യമില്ല. കാരണം ധാർമ്മിക ബോധമനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഒരു കാലത്തും ഒരു മതത്തിലെയുമുള്ള പുരോഹിത വർഗത്തിൻ്റെ സ്വഭാവമായിരുന്നില്ല. യാതൊരു സംശയവും വേണ്ട. ചരിത്രം പരിശോധിക്കുന്നവർ അത് മനസ്സിലാക്കും. എന്ന് മാത്രവുമല്ല, സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത എക്സ്പെർട്ടീസ്, പുരോഹിതന്മാർക്ക് മാത്രമുള്ള എക്സ്പെർട്ടീസ് എന്താണ്? ഈ ആചാരാനുഷ്ഠാനങ്ങളാണ്. അതാണ് അത് അവരുടെ കുത്തകയായിട്ട് വെച്ചിരിക്കുന്നത്. അയമേനികളായ വിശ്വാസികൾക്ക് അത് തൊട്ടുകൂടാ തീണ്ടലാണ്. അവർക്ക് പുരോഹിതന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാം എന്ന് ബാക്കി വച്ചിരിക്കുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പീരിൽ അതിൻ്റെ ഒരു ന്യായീകരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. പുരോഹിതർ എന്തുകൊണ്ടാണ് ഇത് അവിടെ കുത്തക അവകാശം എന്ന് പറയുന്നത്? അവർക്ക് ഇതല്ലാതെ മറ്റൊന്നും അറിഞ്ഞുകൂടാ. ഈ ആചാരാനുഷ്ഠാനം, ദേവാലയം എന്ന് പറയുന്ന ഇടത്ത് ദൈവം അവിടെ വസിക്കുന്നു, അവിടെ മാത്രം വസിക്കുന്നു എന്നൊക്കെ പറയുന്ന പച്ചക്കള്ളം. നിങ്ങളുടെ ഹൃദയത്തിലില്ലാത്ത ദൈവം ദേവാലയത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പുരോഹിതൻ്റെ അധികാര പരിധിയിലുള്ള ദേവാലയത്തിൽ ഇരിക്കുന്ന ദൈവത്തെ എപ്രകാരം പ്രീതിപ്പെടുത്തണമെന്ന് പുരോഹിതന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാൻ പുരോഹിതന് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന് പറയുന്ന ഈ പച്ചക്കള്ളം, ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ സ്ഥിതി ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അസത്യങ്ങളുടെ കൂമ്പാരങ്ങൾ, ഇതാണ് മതമെന്ന് മനുഷ്യനെ തെറ്റിദ്ധരിക്കുകയും അതിൽ വിശ്വസിക്കുന്നവൻ്റെ കണ്ണടഞ്ഞു പോവുകയും അങ്ങനെ അന്ധനെ വഴികാട്ടുന്ന പരിപാടിയാണ് മതമെന്ന് യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യം അച്ചട്ടായി ഇന്നും യാതൊരു മാറ്റവുമില്ലാതെ അതുപോലെ തുടരുന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഹൃദയം ഇന്നും രക്തം വാർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതല്ലയോ? അവൻ ഗെത്സമനത്തോട്ടത്തിൽ മാത്രമല്ല രക്തം വിയർപ്പാക്കിയത്, അവൻ ഇന്നും അതേ അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മതം എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. 2 ഘടകങ്ങൾ വളരെ ലളിതമാണ്. ദൈവത്തെ മനുഷ്യജാതിയുടെ ആകമാനമായ പിതാവായി നാം അംഗീകരിക്കുകയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മനുഷ്യ സാഹോദര്യത്തിൻ്റെ വ്യാപ്തി നാം നിബന്ധനകളില്ലാതെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നാം പ്രാപിക്കുന്ന ആത്മീയമായൊരു വിടുതലുണ്ട്. അതിൻ്റെ പേരാണ് മതം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ മനുഷ്യരെ, ബദ്ധിതരായ മനുഷ്യരെ, അടിമകളായ മനുഷ്യരെ, മതത്തിൻ്റെ അടിമകളായ മനുഷ്യരെ വിടുവിക്കാൻ വന്നവനാണ്. അതുകൊണ്ട് മതത്തിൻ്റെ അടിമകളെ വിടുവിക്കാൻ യേശു വന്നതുകൊണ്ടാണ് അവനെ മതത്തിൻ്റെ അധികാരികൾ പിടിച്ച് ക്രൂശിൽ തറച്ച് കൊന്നത് എന്നറിയാൻ വയ്യാത്ത ആരാണുള്ളത്? പക്ഷേ നാം ഇന്നും പറയുന്നത്, ആരാണ് യേശുവിനെ കൊന്നത്? അവരുടെ വാലിൽ പിടിച്ചല്ലാതെ നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് പോകാനോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനോ എല്ലാറ്റിനും ഉപരിയായി നിത്യതയുടെ അവകാശികളായി തീരുവാനോ സാധ്യമല്ല എന്ന ആത്മഹത്യാ തുല്യമായ മൗഢ്യത്തിൻ്റെ അടിമകളാണ് നാം എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മുടെ ഈ അർത്ഥശൂന്യമായ അരിഷ്ടതയിൽ നിന്ന് അല്പം പോലും ആശ്വാസമോ വിടുതലോ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകുകയില്ല എന്ന യാഥാർത്ഥ്യം വഹിക്കാനാവാത്ത ദുഃഖത്തോടെ
ഒരിക്കൽ കൂടെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവം നല്ല ബുദ്ധി എത്രയും പെട്ടെന്ന് തന്നെ നൽകുമാറാകട്ടെ. ആമേൻ.